ഇടുക്കി ജില്ലയിലെ സമ്പദ്ഘടനയെ പോലും ഗൗരവതരമായ ബാധിക്കുന്ന തരത്തിൽ ഭൂമി പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ, അനിശ്ചിതത്വം, വന്യജീവി ശല്യം തുടങ്ങിയ നിരവധി കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള വിലയിടിവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് ഈ ജില്ലയിലെ സമ്പദ്ഘടന പോലും ഗൗരവമായി തകർന്നിരിക്കുന്ന ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. രണ്ട് സർക്കാരുകളും, കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പൂർണ്ണമായ അവഗണനയാണ് ഇടുക്കിയിലെ പൊതുവായ പ്രശ്നങ്ങളോട് കാണിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, നാളെ കുറച്ച് പട്ടയം കൊടുക്കുകയാണ്. നാളെ കൊടുക്കേണ്ട പട്ടയത്തിൽ നിന്നും 3000 പട്ടയങ്ങൾ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? 64-ലെ ഭൂപതിവ് ചട്ടം അനുസരിച്ചുള്ള യാതൊരുവിധ പട്ടയങ്ങളും കൊടുക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഹൈക്കോടതി എന്തടിസ്ഥാനത്തിലാണ് കയ്യേറ്റം നടത്തിയ സ്ഥലങ്ങൾ 64-ലെ ഭൂപതിവ് ചട്ടം അനുസരിച്ച് പതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു നിലപാടിലാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. അവിടെ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് കയ്യേറ്റ ഭൂമിയിൽ സർക്കാർ ഒരിക്കലും പട്ടയം കൊടുത്തിട്ടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കണമായിരുന്നു. മാത്രമല്ല, വ്യാജമായി കയ്യേറ്റക്കാർ വ്യാജമായി ഉണ്ടാക്കിയ പട്ടയങ്ങൾ റദ്ദ് ചെയ്തതിൻ്റെ ലിസ്റ്റ് കൊടുക്കണമായിരുന്നു. ഇപ്പോൾ കയ്യേറ്റക്കാരുടെ പേരിൽ ജെനുവിനായി പട്ടയം കൊടുക്കേണ്ട അർഹതയുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടും കയ്യേറ്റക്കാർക്ക് സർക്കാർ പട്ടയം കൊടുത്തിട്ടില്ല എന്നും ആ കയ്യേറ്റക്കാരുടെ കയ്യിൽ അവർ വ്യാജമായി ഉണ്ടാക്കിയ പട്ടയം റദ്ദ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? കാരണം അറിയപ്പെടുന്ന CPM നേതാക്കളും അവരുടെ ബന്ധുക്കളും ആ ലിസ്റ്റിലുണ്ട്. ഇവിടുത്തെ മുൻ MP-യുടെ പട്ടയം റദ്ദാക്കിയതാണ്. 20 ഏക്കർ സ്ഥലത്തെ പട്ടയം റദ്ദാക്കിയതാണ്. മുൻ മന്ത്രിയുടെ ബന്ധുവിൻ്റെ പട്ടയം റദ്ദാക്കിയതാണ്. ചിന്നക്കനാലിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന നേതാവിൻ്റെ പട്ടയം റദ്ദാക്കിയതാണ്. ഈ റദ്ദാക്കപ്പെട്ട പട്ടയങ്ങളുടെ ലിസ്റ്റ് ഹൈക്കോടതിയിൽ കൊടുത്ത് കയ്യേറ്റ ഭൂമിക്ക് ഒരിക്കലും പട്ടയം 64-ലെ ഭൂപതിവ് ചട്ടം അനുസരിച്ച് കൊടുത്തിട്ടില്ല എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിക്കാത്തത് ഈ നേതാക്കളുടെ വ്യാജ പട്ടയങ്ങൾ റദ്ദാക്കിയ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സർക്കാർ അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ നാളെ 3000 പേർക്ക് കൂടി അധികമായി പട്ടയം കൊടുക്കാമായിരുന്നു. മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ പട്ടയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പാസ്സാക്കിയ നിയമത്തിൻ്റെ ചട്ടം വന്നിട്ടില്ല. ഞങ്ങളതിൻ്റെ ഉത്കണ്ഠ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതിന് ഫീസ് ഈടാക്കാൻ ശ്രമിച്ചാൽ അത് ഗുരുതരമായ ഭവിഷ്യത്തുകൾക്ക് ഇടവരുത്തും. മാത്രമല്ല, ശാശ്വതമായി ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല. ഇനിയും അതിൽ നിർമ്മിതി വരും പട്ടയ ഭൂമിയിൽ. അതിനും വീണ്ടും വില്ലേജ് ഓഫീസ് തൊട്ട് കളക്ടറേറ്റ് വരെ പോകേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഇനിയും 1 ലക്ഷത്തോളം ആളുകൾക്ക് പട്ടയം കിട്ടാനുണ്ട്. അവരും ഇതേ നടപടിക്രമങ്ങൾ പോകേണ്ടി വരും. ഇപ്പോൾ ഓഫീസുകൾ, റവന്യൂ ഓഫീസുകൾ കയറി ഇറങ്ങിയുള്ള ഇടുക്കി ജില്ലക്കാരൻ്റെ ഗതികേട് ഒരിക്കലും അവസാനിക്കാത്ത തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ ചിന്നക്കനാലിൽ വനഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം അത് ഡീനോട്ടിഫൈ ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതിനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല. പദ്ധതി പ്രദേശത്തെ പട്ടയങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി 10 ചെയിനിലെ പ്രശ്നം, 3 ചെയിനിലെ വിഷയം, തോപ്രാംകുടിയിലെ വിഷയം ഉൾപ്പെടെയുള്ള നിരവധി ഭൂമി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കാണാതെ ഒരു നടപടിയും സ്വീകരിക്കാതെ ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ ഏറ്റവും രസകരമായ കാര്യം, സർക്കാരിൻ്റെ ഗവൺമെൻറ് പ്ലീഡർമാർ അതിശക്തമായി ഈ കാര്യങ്ങളെ, റവന്യൂ വന വകുപ്പുകളിലെ ഗവൺമെൻറ് പ്ലീഡർമാർ കോടതികളിൽ അതിശക്തമായി ഈ കാര്യങ്ങൾ എതിർക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്ന് CPM നേതാക്കൾ അതിന് വിരുദ്ധമായി സംസാരിക്കുകയാണ്. അവരുടെ സർക്കാരിലെ അവരിവിടെ പറയുന്നതിന് CPM നേതാക്കന്മാർ ഇടുക്കിയിൽ വന്ന് പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് പിണറായി സർക്കാരിലെ ഗവൺമെൻറ് പ്ലീഡർമാർ കോടതിയിൽ നിലപാടെടുക്കുന്നത്. ഞങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ പെൻഡിങ് ആയിരിക്കുന്ന കേസുകളിൽ ഇവിടെയുള്ള CPM നേതാക്കന്മാരും മന്ത്രിമാരും പറയുന്നതിന് വിരുദ്ധമായി സർക്കാരിൻ്റെ ഗവൺമെൻറ് പ്ലീഡർമാർ കോടതിയിലെടുത്ത നിലപാടുകൾ വ്യക്തമാക്കി തരാം. രണ്ടിൻ്റെയും വൈരുദ്ധ്യം. അപ്പോൾ ഇവിടെ ഒന്ന് പറയുകയും അവിടെ ഈ പട്ടയം ഒരിക്കലും പട്ടയ പ്രശ്നം തീരാത്ത രീതിയിലേക്ക് ഇത് കൊണ്ടുപോവുകയും ചെയ്യാം. അതുപോലെ വന്യമൃഗ ശല്യത്തിൽ കാർഷിക നാശമുണ്ടായവർക്ക്, ജീവഹാനി സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. കേരളത്തിൽ മൊത്തമായി 7000 പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്. ഇപ്പോൾ കൈ തളർന്നു പോയ ആൾ ഇന്ന് വന്നു, ഗോപാലൻ അല്ലേ, ഇപ്പോൾ പുലിയുടെ ആക്രമണത്തിൽ. എന്നിട്ട് അയാൾക്ക് ഇതുവരെ 1 വർഷത്തോളമായി ഇതുവരെ ഒരു നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. എത്രയോ ദിവസങ്ങൾ ആശുപത്രി കിടന്നു. അപ്പോൾ പിന്നെ എന്തിനാ നഷ്ടപരിഹാര വ്യവസ്ഥ? നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. കാർഷിക നാശമുണ്ടായവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല.
വന്യജീവികൾ കാട്ടിൽ നിന്നിറങ്ങി കാർഷിക ഉൽപ്പന്നങ്ങൾ തകർത്തതിൻ്റെ വലിയ കഥകൾ ഇന്ന് ജനകീയ ചർച്ചാ സദസ്സിൽ വിവരിക്കപ്പെട്ടു. അവർക്ക് ആർക്കും ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല എന്നത് വളരെ ഗൗരവമാണ്. വട്ടവടയിലെ പച്ചക്കറി കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നില്ല. നേരത്തെ സംഭരിച്ചതിൻ്റെ 50 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ വട്ടവടയിൽ നിന്ന് സംഭരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മാഫിയ സംഘം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികൾ സംഭരിക്കുകയാണ്. ഹോർട്ടികോർപ്പിൻ്റെ മറവിൽ വലിയ അഴിമതി നടക്കുന്നുണ്ട്. വട്ടവടയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന വട്ടവടയിലെ കർഷകർക്ക് ഒരു സംരക്ഷണവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. രൂക്ഷമായ ജലദൗർലഭ്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. ഇതേ വിഷയം മറയൂരിലെ കരിമ്പ് കൃഷിക്കാർ നേരിടുന്നു. മറയൂർ ശർക്കര എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് കിട്ടിയ സംഭവം ഒരു ഓർമ്മമായി മാറുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. 5-1 കൃഷി കുറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പഞ്ചസാര ചേർത്ത ശർക്കര ഇവിടെ വരുന്നു. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവർക്ക് കൊടുത്തിരുന്ന സബ്സിഡി സഹായം ഒന്നുമില്ല. ഒരു തരത്തിലുള്ള സംരക്ഷണവും മറയൂർ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന മറയൂരിലെ കരിമ്പ് കർഷകർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഏത് ഭാഗങ്ങൾ പരിശോധിച്ചാലും വളരെ ഗൗരവതരമായ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇത് സംബന്ധിച്ച ഇടുക്കിയെ സംബന്ധിച്ചൊരു വലിയ ഡോക്യുമെൻ്റ്, ഇടുക്കി ജില്ലയിലെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ഒരു ഡോക്യുമെൻ്റ് കോൺഗ്രസ് പ്രസിദ്ധീകരിക്കും. എന്നിട്ട് അതിൻ്റെ ഓരോ നടപടികൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ടെങ്കിലും ഞങ്ങൾ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സമരമാർഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരന്തരമായ നടപടികൾ സ്വീകരിക്കും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.